അമൃതവേണി ലൈസ് കിറ്റ് പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE ഇൻ അസോസിയേഷൻ വിത്ത് ജോയ് ആലുക്കാസ്. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 21 ഞായറാഴ്ച. ഇറാൻ ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചു. ഇസ്രയേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ച് ലബനനിലും ഗാസയിലും ആക്രമണം നടത്തിയതിൽ പ്രതിഷേധിച്ചാണ് ഇറാൻ ഹോർമുസ് അടച്ചത്. ലബനൻ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ഇറാൻ ആരോപിച്ചു. തങ്ങളുടെ മരവിപ്പിച്ച സ്വത്തുക്കൾ മറ്റ് രാജ്യങ്ങൾക്ക് നൽകാനുള്ള നീക്കത്തെയും ഇറാൻ ശക്തമായി എതിർക്കുന്നുണ്ട്. ഇതേസമയം അമേരിക്ക ഇറാൻ ചർച്ച ഇന്ന് സ്വിറ്റ്സർലൻഡിൽ നടക്കും. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസും ഇറാൻ സ്പീക്കർ MB ഗാലിബാഫും ചർച്ചയിൽ പങ്കെടുക്കും. പാക് ഖത്തർ സംഘവും പങ്കെടുക്കും. ചോദ്യപേപ്പർ ചോർന്നതുമൂലം റദ്ദാക്കിയ നീറ്റ് പരീക്ഷ ഇന്ന്. പരീക്ഷാ ഹാളിൽ കർശന സുരക്ഷാ മാനദണ്ഡങ്ങളുമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. 23 ലക്ഷം വിദ്യാർത്ഥികളാണ് മെഡിക്കൽ കോളേജുകളിൽ പ്രവേശനം തേടി പരീക്ഷ എഴുതുന്നത്. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് CPM-ന് വേണ്ടി അട്ടിമറിക്കാൻ സഹായിച്ച അന്നത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം. ഇതിനായി പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചു. 2024 നവംബറിൽ നടന്ന തെരഞ്ഞെടുപ്പിന് സംരക്ഷണം നൽകണമെന്ന ഹൈക്കോടതി നിർദ്ദേശമുണ്ടായിട്ടും കോൺഗ്രസ് വോട്ടർമാരെ CPM പ്രവർത്തകർ ആക്രമിച്ച് കള്ളവോട്ട് ചെയ്യാൻ പോലീസ് ഒത്താശ നൽകിയെന്ന പരാതിയിലാണ് അന്വേഷണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗം PD സന്തോഷ് കുമാറിനെതിരെ നടപടി ആവശ്യപ്പെട്ട് കത്ത് നൽകിയത് അയാൾക്കെതിരെ പരാതി ലഭിച്ചതിനാലാണെന്ന് ദേവസ്വം മന്ത്രി K മുരളീധരൻ. ശബരിമലയിലെ 2025 സ്വർണം പൂശലുമായി ബന്ധപ്പെട്ട് സന്തോഷിനെതിരെ വിവിധ സംഘടനകൾ അടക്കമുള്ളവരുടെ പരാതിയുണ്ടെന്നും K മുരളീധരൻ വ്യക്തമാക്കി. മുൻ എക്സൈസ് മന്ത്രി MV രാജേഷ് ആഘോഷത്തോടെ പ്രഖ്യാപിച്ച പുതിയ മിന്നൽ മാജിക് ബ്രാൻഡിൽ മദ്യം പുറത്തിറക്കണമോ എന്ന വിശദമായ ആലോചനയ്ക്ക് ശേഷം മാത്രമേ തീരുമാനിക്കൂ എന്ന് എക്സൈസ് മന്ത്രി M ലിജു. LDF സർക്കാർ 17 കോടി രൂപ ചെലവിട്ട് പുതിയ മെഷീനറികൾ സ്ഥാപിച്ചിരുന്നു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറയ്ക്കാൻ തീരുമാനിച്ചിട്ടില്ലെന്ന് എക്സൈസ് മന്ത്രി M ലിജു. ജവാൻ നിർമ്മാണം കുറഞ്ഞത് കെടുകാര്യസ്ഥതയുടെ ഫലമാണെന്നും ഇക്കാര്യത്തിൽ ട്രാവൻകൂർ ഷുഗേഴ്സിന് വീഴ്ച ഉണ്ടായെന്നും അദ്ദേഹം പറഞ്ഞു. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനെതിരെ വിമർശനവുമായി താമരശ്ശേരി ബിഷപ്പ് മാർ റെമജിയോസ് ഇഞ്ചനാനിയൽ. സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തീരുമാനം പിൻവലിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. കിഫ്ബി കാലോചിതമായി പുനരാവിഷ്കരിക്കണമെന്ന് G സുധാകരൻ MLA. കിഫ്ബി ഇല്ലാതാക്കുന്നത് ബുദ്ധിയല്ല, സമാന്തര സർക്കാരാകാൻ ഉദ്യോഗസ്ഥർ ശ്രമിച്ചപ്പോഴാണ് വിമർശനം വന്നത്. വൻകിട പദ്ധതികളെല്ലാം നടപ്പാക്കിയത് കിഫ്ബി വഴിയാണ്. തലപ്പത്ത് റിട്ടയേർഡ് IAS-കാരനെ നിയമിച്ചത് തെറ്റാണ്. സർക്കാർ കിഫ്ബിയെ നവീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ബജറ്റിൽ ഫണ്ട് വകയിരുത്താത്ത ലൈഫ് പദ്ധതിയിൽ പ്രശ്നങ്ങളുണ്ടെന്നും അവ പരിഹരിക്കുമെന്നും മന്ത്രി KM ഷാജി വ്യക്തമാക്കി. എന്നാൽ പ്രതികാര ബുദ്ധിയോടെ പദ്ധതിയെ സമീപിക്കില്ലെന്നും അർഹതപ്പെട്ടവർക്ക് വീട് നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. സംസ്ഥാനത്ത് 13,187 പേർക്ക് കൂടി പനി ബാധിച്ചു. നിപയിൽ സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ഫലം നെഗറ്റീവായത് ആശ്വാസം നൽകുമ്പോൾ 13 പേർക്ക് കൂടി ഷിഗല്ല സ്ഥിരീകരിച്ചതും എലിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ മന്ത്രിസ്ഥാനം രാജിവെച്ചേക്കും. കാലാവധി ഇന്ന് അവസാനിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിൽ സംഘടനാ ചുമതലയിലേക്ക് മടങ്ങാനുള്ള താൽപര്യം അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. മിൽമയടക്കമുള്ള പ്രമുഖ പാൽ ഉൽപ്പന്ന സ്ഥാപനങ്ങളുടെയും മറ്റ് ബിസിനസ് ബ്രാൻഡുകളുടെയും ഔദ്യോഗിക പേരും ലോഗോയും വ്യാജമായി നിർമ്മിച്ച വാട്സ്ആപ്പ് വഴി പണം തട്ടുന്ന സൈബർ സംഘങ്ങൾക്കെതിരെ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് കേരള പോലീസ് അറിയിച്ചു. ആകർഷകമായ സമ്മാനങ്ങളുമായി വരുന്ന സന്ദേശങ്ങളിലെ ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യുന്നവർ കനത്ത സാമ്പത്തിക തട്ടിപ്പിനിരയാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ.
നീറ്റ് പരീക്ഷയുടെ പശ്ചാത്തലത്തിൽ മെഡിക്കൽ ഡെന്റൽ വിദ്യാർത്ഥികൾക്ക് അവധി നൽകരുതെന്ന് DME സർക്കുലർ പുറത്തിറക്കി. മുൻപ് നടന്ന ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി വിദ്യാർത്ഥികൾ ക്യാമ്പസിൽ തന്നെ തുടരണമെന്ന് നിർദ്ദേശമുണ്ട്. പരീക്ഷാർത്ഥികൾക്കായി പുതിയ മാർഗനിർദ്ദേശങ്ങളും പുതിയ അഡ്മിറ്റ് കാർഡും NTA പുറത്തിറക്കിയിട്ടുണ്ട്. യുവസംരംഭകന്റെ കെട്ടിടത്തിലേക്ക് വൈദ്യുതി കിട്ടാൻ 5000 രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടെ ചാത്തന്നൂർ KSEB സബ് ഡിവിഷൻ എഞ്ചിനീയർ പിടിയിൽ. തഴുത്തല സ്വദേശി നസീറിനെയാണ് പിടികൂടിയത്. NSSന് 175 കോടി രൂപയുടെ ബജറ്റ്. ആശുപത്രികളിലെ സൌകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതടക്കമുള്ള പദ്ധതികളുമായി ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ അവതരിപ്പിച്ച ബജറ്റ് പാസാക്കി. കണ്ണൂർ പയ്യാമ്പലം ബീച്ചിൽ തിരയിൽപ്പെട്ട കർണാടക സ്വദേശി സന്തോഷ് കുമാറിനായി തെരച്ചിൽ തുടരുന്നു. കൊട്ടിയൂർ ദർശനം കഴിഞ്ഞെത്തിയ സന്തോഷും 3 സുഹൃത്തുക്കളും ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കടലിൽ ഇറങ്ങിയത്. തിരയിൽപ്പെട്ട ഒരാളെ ലൈഫ് ഗാർഡ് രക്ഷപ്പെടുത്തി. ടൂറിസം മന്ത്രി PC വിഷ്ണുനാഥ് ബീച്ചിലെത്തി രക്ഷാദൌത്യം ഏകോപിപ്പിച്ചു. പത്തനംതിട്ട എലോഹിം ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലെ പീഡനക്കേസിൽ 3 പ്രതികളും പിടിയിൽ. മാനേജർ റെജി, ജീവനക്കാരായ ബെന്നി, സിജോ എന്നിവരാണ് ഇലവുംതിട്ട പോലീസിന്റെ പിടിയിലായത്. എലോഹിം ആരാധനാലയത്തിന് കീഴിലുള്ള സ്നേഹത്തണൽ വൃദ്ധസദനത്തിൽ വെച്ചായിരുന്നു 17-കാരനുൾപ്പെടെ മർദ്ദനമേറ്റത്. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്തുനിന്ന് വെള്ളാപ്പള്ളി നടേശൻ രാജിവെക്കണമെന്ന് SNDP സംരക്ഷണ സമിതി ചെയർമാൻ S. ചന്ദ്രസേനൻ. കവിയും പത്മശ്രീ ജേതാവുമായ P. നാരായണക്കുറുപ്പ് അന്തരിച്ചു. 92 വയസ്സായിരുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ആവശ്യപ്പെട്ട് ക്രോക്രോച്ച് ജനതാ പാർട്ടി ഡൽഹി ജന്തർ മന്ദറിൽ ഇന്നലെ രാവിലെ ആരംഭിച്ച പ്രതിഷേധം ഇന്ന് രാവിലെ വരെ നീട്ടി. രാത്രിയിലും സമരം തുടരാൻ അനുമതിക്കായി കത്ത് നൽകിയെങ്കിലും പോലീസ് അനുമതി നിഷേധിച്ചു. സമരക്കാരെ സമ്മർദ്ദത്തിലാക്കാൻ പോലീസ് പ്രദേശത്തെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയും കുടിവെള്ളമടക്കമുള്ള സൌകര്യങ്ങൾ എത്തിക്കാതിരിക്കാൻ ബാരിക്കേഡുകൾ സ്ഥാപിക്കുകയും ചെയ്തു. തങ്ങളെ അറസ്റ്റ് ചെയ്തോളൂവെന്ന് BJP നേതാവ് അഭിജിത് ദീപ്കെ പോലീസിനോട് പറഞ്ഞു. അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ഭക്തർ സമർപ്പിച്ച സംഭാവനകളിലും വിലപിടിപ്പുള്ള വസ്തുക്കളിലും വൻ ക്രമക്കേട് നടന്നെന്ന ആരോപണങ്ങൾക്കിടയിൽ ക്ഷേത്രത്തിന്റെ 60 കിലോഗ്രാം വെള്ളിക്കട്ടകൾ കാണാതായതായി റിപ്പോർട്ട്. പ്രാണപ്രതിഷ്ഠാ ചടങ്ങിനിടെ രാമലല്ലയ്ക്ക് സമർപ്പിച്ച വെള്ളിക്കട്ടകളാണ് കാണാതായത്. തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുടെ ഫണ്ട് ഉപയോഗിച്ച് കല്യാണ മണ്ഡപങ്ങളും വാണിജ്യ സമുച്ചയങ്ങളും നിർമ്മിക്കാനുള്ള മുൻ DMK സർക്കാരിന്റെ തീരുമാനം വിജയിന്റെ TVK സർക്കാർ റദ്ദാക്കി. ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻഡോവ്മെന്റ് വകുപ്പിന് കീഴിൽ സംസ്ഥാനത്തുടനീളം നടപ്പാക്കാൻ ഉദ്ദേശിച്ചിരുന്ന 246 കോടിയോളം രൂപയുടെ 46 പദ്ധതികളുടെ ഭരണാനുമതിയാണ് റദ്ദാക്കിയത്. MK സ്റ്റാലിന്റെ DMK കൈവിട്ട് മുസ്ലിം ലീഗും. കോൺഗ്രസിനും CPMനും പിറകെ DMKയുമായി ഉണ്ടായിരുന്ന സഖ്യം ഉപേക്ഷിക്കുന്നതായി ലീഗ് പ്രഖ്യാപിച്ചു. ചെന്നൈയിൽ ചേർന്ന ലീഗ് സംസ്ഥാന നേതൃയോഗത്തിന് ശേഷമാണ് പ്രഖ്യാപനം. തൃണമൂൽ കോൺഗ്രസിന്റെ 440 കോടിയോളം രൂപ നിക്ഷേപമുള്ള 3 ബാങ്ക് അക്കൌണ്ടുകൾ മരവിപ്പിച്ചു. പാർട്ടിയിലെ വിമത MLAമാർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസിന്റെ ഈ നടപടി. ഫണ്ടുകളുടെ ഉറവിടത്തെക്കുറിച്ച് അന്വേഷണം വേണമെന്നാണ് വിമതർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എല്ലാവർക്കും വന്നു ഡാൻഡ്രഫ്, എന്തു ചെയ്യും ചേട്ടാ? പേടിക്കണ്ട, ഇവിടുണ്ടല്ലോ ഡാൻഡ്രോഫിറ്റിൻ ഓയിൽ. ഉടനടി മാറും താരൻ, ഉപയോഗിക്കൂ വേഗം. Amrutweni Dandruff, the ultimate dandruff solution. ഗാസയിൽ ഇസ്രായേൽ സൈന്യം നടത്തിയ ബോംബ് ആക്രമണത്തിൽ അൽ ജസീറ അറബിക് ചാനലിന്റെ ക്യാമറാമാൻ അഹമ്മദ് വിശ്വ കൊല്ലപ്പെട്ടു. മധ്യ ഗാസയിലെ അൽ ബുറൈജ് അഭയാർത്ഥി ക്യാമ്പിലുള്ള അദ്ദേഹത്തിന്റെ വീടിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിൽ അഹമ്മദ് വിശ്വയുടെ ഭാര്യയും മക്കളും ഉൾപ്പെടെ കുടുംബത്തിലെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേലും ഹിസ്ബുല്ലയും തമ്മിൽ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചതിന് പിറകെ ദക്ഷിണ ലബനനിൽ ഇസ്രായേലിന്റെ ശക്തമായ വ്യോമാക്രമണം. ആക്രമണത്തിൽ ലബനനിലെ ഒരു സൈനികൻ ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു. ഹോർമുസ് കടലിടുക്ക് തുറന്ന ഒറ്റ ദിവസം കൊണ്ട് കടന്നുപോയത് 55 കപ്പലുകൾ. 17 ലക്ഷം ബാരൽ എണ്ണയുമായാണ് ഈ കപ്പലുകൾ ഹോർമുസ് കടന്നുപോയത്. അമേരിക്കൻ സെൻട്രൽ കമാൻഡാണ് ഇക്കാര്യം അറിയിച്ചത്. ഇന്ധന സബ്സിഡി വെട്ടിക്കുറച്ചതിനെതിരെ 50 ദിവസമായി തുടരുന്ന ജനകീയ പ്രക്ഷോഭത്തെ നേരിടാൻ ബൊളീവിയയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. പ്രസിഡന്റ് റോഡ്രിഗോ പാസാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. രാജ്യത്ത് ആഹാരം, ഇന്ധനം, മരുന്നുകൾ എന്നിവയ്ക്ക് കടുത്ത ക്ഷാമം അനുഭവപ്പെടുന്നുണ്ട്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള സമാധാന ഉടമ്പടിയുടെ വിശദാംശങ്ങൾ പുറത്തുവിടാൻ പാകിസ്ഥാനും ഖത്തറും വൈകിയത്
അവിടങ്ങളിൽ മാധ്യമ സ്വാതന്ത്ര്യം ഇല്ലാത്തതിനാലാണെന്ന് പരിഹാസവുമായി യുഎസ് വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. അപൂർവ ഇനം ആമകളുടെ സംരക്ഷണത്തിനായി ജീവിതം സമർപ്പിച്ച പ്രശസ്ത മറൈൻ ഇക്കോളജിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകയുമായ മോന ഖലീൽ ലബനനിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗുരുതരമായി പരിക്കേറ്റ മോന ഖലീൽ ചികിത്സയിലായിരുന്നു. ദക്ഷിണ ലബനനിലെ ടൈർ നഗരത്തിന് സമീപമുള്ള വസതിയിലായിരുന്നു അന്ത്യം. യുഎസ് ഇറാൻ സമാധാന കരാറിനെ തുടർന്ന് ആഗോള വിപണിയിലുണ്ടായ വിലക്കുറവിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാൻ സർക്കാർ ഇന്ധനവില കുത്തനെ കുറച്ചു. പെട്രോളിന് ലിറ്ററിന് 74 രൂപയും ഹൈസ്പീഡ് ഡീസലിന് 67 രൂപയുമാണ് കുറച്ചത്. യുദ്ധം മൂലം യുഎഇയിൽ കുടുങ്ങിപ്പോയവർക്ക് പ്രഖ്യാപിച്ച 30 ദിവസത്തെ ഇളവുകൾ ജൂലൈ 9 വരെ പ്രയോജനപ്പെടുത്താമെന്ന് അധികൃതർ. വിസ കാലാവധി കഴിഞ്ഞവർക്കും അനുമതിയില്ലാതെ രാജ്യത്ത് തുടരുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. ജൂൺ 10 മുതൽ തന്നെ ഈ ഗ്രേസ് പീരീഡ് ആരംഭിച്ചു കഴിഞ്ഞു. യുഎഇയിലെ ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, അറ്റസ്റ്റേഷൻ സേവനങ്ങൾ നൽകുന്ന BLS കേന്ദ്രങ്ങൾ ജൂൺ 25 മുതൽ പുതിയ അപ്പോയിന്റ്മെന്റുകൾ നൽകില്ലെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. ഇത്തരം സേവനങ്ങൾക്ക് പുതിയ കമ്പനി ചുമതലയേൽക്കുന്നതിന്റെ ഭാഗമായാണ് നടപടി. ലോകകപ്പ് ഫുട്ബോളിൽ ഐവറി കോസ്റ്റിനെതിരെ ജർമ്മനിക്ക് 1-2 ഗോളിന്റെ തകർപ്പൻ വിജയം. വിജയത്തോടെ ജർമ്മനി ടൂർണമെന്റിന്റെ നോക്കൌട്ട് യോഗ്യത ഉറപ്പാക്കി. 21 മിനിറ്റിൽ ജർമ്മനിയുടെ അലക്സാണ്ടർ പാവ്ലോവിച്ച് ഗോൾ നേടിയെങ്കിലും ഫൌൾ മൂലം ഗോൾ നിഷേധിക്കപ്പെട്ടു. 30 മിനിറ്റിൽ ഐവറി കോസ്റ്റിന്റെ അമദ് ഡിയാലോ എടുത്ത ഷോട്ട് ജർമ്മൻ ഗോൾ കീപ്പർ മാനുവൽ നോയർ തട്ടിക്കയറ്റിയെങ്കിലും റീബൌണ്ടിൽ ക്യാപ്റ്റൻ ഫ്രാങ്ക് കെസി ഗോളാക്കി. 68 മിനിറ്റിൽ ഡെനിസ് ഉന്താവിലൂടെ ജർമ്മനി സമനില പിടിച്ചു. എക്സ്ട്രാ ടൈമിന്റെ അവസാന നിമിഷത്തിലാണ് ജർമ്മനി വിജയ ഗോൾ നേടിയത്. എംനെച്ചയുടെ ലോങ് പാസ് ഡെനിസ് ഉന്താവ് ഐവറി കോസ്റ്റിന്റെ വലയിലേക്ക് അടിച്ചു കയറ്റുകയായിരുന്നു. ലോകകപ്പിലെ ഗ്രൂപ്പ് എഫ് പോരാട്ടത്തിൽ സ്വീഡനെ 1-5 ഗോളുകൾക്ക് തകർത്ത് നെതർലൻഡ്സ്. ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ബ്രയാൻ ബ്രോബിയുടെയും കോഡി ഗാഗ്പോയുടെയും ഇരട്ട ഗോൾ കരുത്തിലാണ് ഡച്ച് പട വൻ വിജയം സ്വന്തമാക്കിയത്. കളി തീരാൻ മിനിറ്റുകൾ ബാക്കിയിരിക്കെ സമ്മർവില്ലിയുടെ വകയായിരുന്നു നെതർലൻഡ്സിന്റെ 5ാം ഗോൾ. സ്വീഡനായി ആന്റണി എലാങ്ക ആശ്വാസ ഗോൾ നേടി. ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന്റെ പേര് ഫുട്ബോൾ ഫെഡറേഷൻ ഓഫ് ഭാരത് എന്നാക്കി മാറ്റുന്നു. ഈ നിർദ്ദേശത്തിന് ഫെഡറേഷന്റെ പ്രത്യേക ജനറൽ ബോഡി യോഗം അംഗീകാരം നൽകി. അഫ്ഗാനിസ്ഥാനെതിരെയുള്ള 3ാം ഏകദിനത്തിൽ 9 വിക്കറ്റിന്റെ ജയവുമായി ഏകദിന പരമ്പര 3-0 ഇന്ത്യ തൂത്തുവാരി. ആദ്യം ബാറ്റ് ചെയ്ത് അഫ്ഗാൻ ഉയർത്തിയ 219 റൺസിന്റെ വിജയലക്ഷ്യം രോഹിത് ശർമ്മയുടെ വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 28.4 ഓവറിൽ അടിച്ചെടുത്തു. 86 പന്തിൽ 110 റൺസുമായി പുറത്താകാതെ നിന്ന ഓപ്പണർ യശസ്വി ജയ്സ്വാളാണ് ഇന്ത്യയുടെ ടോപ്പ് സ്കോറർ. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.